24 വയസ്സാണ് എനിക്കിപ്പോൾ. കരിയറിൽ ഇനിയും എത്രയോ കാലം നീണ്ടു പരന്നു കിടക്കുന്നു. റയൽ മാഡ്രിഡ് ജേഴ്സിയിൽ ജീവിതകാലം മൊത്തം പന്ത് തട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 2024 ചാമ്പ്യൻസ് ലീഗ് കിരീടമണിഞ്ഞ് ദിവസങ്ങൾക്കകം വിനീഷ്യസ് ജൂനിയർ നടത്തിയ പ്രതികരണമായിരുന്നു ഇത്. അക്കാലത്ത് വിനീഷ്യസിനെയും ചില സൗദി ക്ലബ്ബുകളെയും ചുറ്റിപ്പറ്റിയുള്ള റൂമറുകൾ അന്തരീക്ഷത്തിലുണ്ട്. വിനീഷ്യസ് എന്നാൽ അങ്ങനെ ഒരു തീരുമാനത്തിന് മുതിർന്നില്ല. അതൊക്കെ കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടു. തുടർച്ചയായ 2 സീസണുകളിൽ സാന്റിയാഗോ ബെർണബ്യൂ ഷെൽഫ് ഒടിഞ്ഞു കിടന്നു. ബാഴ്സലോണ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ സ്പാനിഷ് മണ്ണിൽ തങ്ങളുടെ അജയ്യമായ കുതിപ്പ് തുടർന്നു. യൂറോപ്യൻ ഫുട്ബോളിന്റെ കനകസിംഹാസനത്തിൽ ലൂയിസ് എൻറിക്കെ തന്റെ കുട്ടികളെയും കൊണ്ട് 2 തവണ കയറിയിരുന്നു. ഈ സമയത്തൊക്കെ സാന്റിയാഗോ ബെർണബ്യൂ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിനീഷ്യസ് അതിലെ ഒരു സുപ്രധാന കഥാപാത്രമായി. സാബി അലോൺസോയും വിനിയും തമ്മിലുള്ള പടലപ്പണക്കങ്ങൾ ഫുട്ബോൾ സർക്കിളുകളിലെ ചൂടേറിയ ചർച്ചാവിഷയമായി. ഡ്രസ്സിംഗ് റൂം 2ആയി തിരിഞ്ഞു. സാബിയെ പിന്തുണക്കുന്നവരും അല്ലാത്തവരും. സാബി വിരുദ്ധ പക്ഷത്തായിരുന്നു വിനീഷ്യസ്. എൽ ക്ലാസിക്കോയിൽ നിറഞ്ഞു കളിച്ചുകൊണ്ടിരിക്കെ തന്നെ തിരികെ വിളിച്ച സാബിയോട് വിനീഷ്യസ് മൈതാനത്ത് വെച്ച് തന്റെ അമർഷം പരസ്യമാക്കി. അവിടെ നിന്ന് ആരംഭിച്ച പ്രശ്നങ്ങൾ പിന്നെ ഒടുങ്ങിയില്ല. വിനിയുടെ കരാർ പുതുക്കാനുള്ള നടപടിക്രമങ്ങൾ ക്ലബ് ആരംഭിച്ചിട്ടും വിനി അതിന് യെസ് മൂടിയില്ല. സാബി പടിയിറങ്ങി. വിനിയുടെ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. അതോടെ അന്തരീക്ഷത്തിലുള്ള കഥകളൊക്കെ യാഥാർത്ഥ്യങ്ങളായിരുന്നു എന്ന് ആരാധകർക്ക് ബോധ്യമായി. പിന്നെ വന്ന അൽവാരോ അർബലോവയ്ക്കും റയലിനെ രക്ഷിക്കാനായില്ല. പുതിയ സീസണിൽ പുതിയ പ്രതീക്ഷകളുമായി ഫ്ലോറന്റീനോ പെരസ് തന്റെ കൂടാരത്തെ വീണ്ടെടുക്കാൻ ഹോസെ മൊറിഞ്ഞോയെ തിരികെ കൊണ്ടുവന്നു. ബിഗ് ട്രാൻസ്ഫറുകൾ പലതും നടന്നു. എന്നാൽ വലിയൊരു പടിയിറക്കത്തിന് കൂടി ഒരുങ്ങുകയാണോ ബെർണബ്യൂ. വിനീഷ്യസ് ജൂനിയറിനെയും ആഴ്സണലിനെയും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. വിനിയാണെങ്കിൽ റയലുമായുള്ള കരാർ ഇതുവരെ പുതുക്കിയിട്ടുമില്ല. ആഴ്സണൽ വിനിക്കായുള്ള തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങിയതായി വിശ്വസനീയ സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. റയൽ വിനിക്ക് മുന്നിൽ പുതിയൊരു ഓഫർ വെച്ചിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. വിനി ആ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കരാർ പുതുക്കുമോ? അതിന് സന്നദ്ധമായില്ലെങ്കിൽ താരം 2027 ഫ്രീ ഏജന്റ് ആകും. റയലിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നഷ്ടക്കച്ചവടമാകും. അങ്ങനെയെങ്കിൽ റയലിന് നിലവിലെ ഓഫറുകളെ പരിഗണിക്കേണ്ടി വരും. ഹോസെ മൊറിഞ്ഞോയ്ക്കും വിനി റയലിൽ തുടരാൻ തന്നെയാണ് ആഗ്രഹം. ആഴ്സണൽ തങ്ങളുടെ ലെഫ്റ്റ് വിങ് ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. പോയ സീസണിൽ ട്രൊസാഡിനോ മാർട്ടിനെല്ലിക്കോ അത്ലറ്റിക്കോയുടെ പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ പുറത്തെടുക്കാനായിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. ഇരുവരും ചേർന്ന് 7 ഗോളുകളാണ് ആകെ സ്കോർ ചെയ്തത്. ട്രൊസാഡാണെങ്കിൽ ഇക്കുറി ടീം വിടുകയും ചെയ്തു. ഗ്രീസ് വിങ്ങർ ക്രിസ്റ്റോസ് സോളിസിനെ ഇതിനോടകം ഗണ്ണേഴ്സ് തട്ടകത്തിലെത്തിച്ചിട്ടുണ്ട്. എന്നാൽ മികച്ച പൊട്ടൻഷ്യലുള്ള മറ്റൊരു താരത്തിനായുള്ള ശ്രമം അവർ തുടരുകയാണ്. വിനീഷ്യസ് ഡീൽ സംഭവിച്ചാൽ അത് വലിയൊരു നീക്കമാകും. പോയ സീസണിൽ പ്രീമിയർ ലീഗ് കിരീടമണിഞ്ഞ ആഴ്സണലിന് കപ്പിനും ചുണ്ടിനുമിടയിൽ വച്ച് കലാശപ്പോരിലാണ് ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം നഷ്ടമായത്. ഇക്കുറി ചാമ്പ്യൻസ് ലീഗോടെ തൂക്കാൻ ഉറച്ചാകും അർട്ടേറ്റ കരുക്കൽ നീക്കുന്നത്. ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലയെറിയുന്നതും ആ ലക്ഷ്യം കൂടി മുന്നിൽ നിർത്തുകയാണ്. വിനീഷ്യസ് ജൂനിയറുള്ള ഒരു ടീമിന്റെ ലെഫ്റ്റ് വിങ് എതിരാളികൾക്ക് എത്ര വലിയ ത്രട്ടാണ് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അപാരമായ ഡ്രിബിളിങ്ങും വേഗവും, ഫിനിഷിംഗ്, ഗോൾമുഖത്ത് നിരന്തരം വിതക്കുന്ന അപകടങ്ങൾ. ലോകകപ്പിൽ ബ്രസീൽ ജേഴ്സിയിൽ മിന്നും ഫോമിലായിരുന്നു വിനീഷ്യസ്. 4 ഗോളും 1 അസിസ്റ്റും താരം തന്റെ പേരിൽ കുറിച്ചു. 3 മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ വിനിയെ തേടിയെത്തി. പോയ സീസൺ ലാലിഗയിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിളിംഗ് പൂർത്തിയാക്കിയ താരങ്ങളിൽ ഒരാൾ വിനീഷ്യസ് ആണ്. 87 ഡ്രിബിളുകൾ. 90 മിനിറ്റിൽ ശരാശരി 7.7 ടേക്ക് ഓൺസ് ഉള്ള 3 താരങ്ങളെ കഴിഞ്ഞ സീസണിൽ ലാലിഗയിലുള്ളൂ. അതിൽ ഒരാൾ വിനിയാണ്. കുറച്ചൊരു പ്രതിരോധത്തെ മറികടക്കുന്നതിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് വലിയ റോളുണ്ട്. ആൻഡ് എ മാജിക്കൽ മൊമെന്റ്. നിലച്ചിരിക്കാത്ത നേരത്ത് പെട്ടെന്നൊടിഞ്ഞു കിട്ടുന്ന സ്പേസുകളിലൂടെ നിറകൊടിച്ചയാൾ എതിരാളികളുടെ കോട്ട പൊളിക്കുന്നത് പലവരും കണ്ടിട്ടുണ്ട് ആരാധകർ. റയൽ മാഡ്രിഡും എതിർ ടീമുകളും തമ്മിലുള്ള ഡിഫറൻസ് പലപ്പോഴും വിനീഷ്യസ് ആയിരുന്നു. ഡേഞ്ചറസ് ക്രോസസ്, നിലച്ചിരിക്കാത്ത നേരത്തെത്തുന്ന ത്രിവേലകൾ, ഇൻസൈഡിലേക്ക് അപ്രതീക്ഷിതമായി കട്ട് ചെയ്ത് കയറി ഉതിർക്കുന്ന വലൻകാലൻ വെടികുണ്ടകൾ, നേടിയെടുക്കുന്ന കോർണറുകളും ഫൗളുകളും. വിനീഷ്യസ് റയൽ നിരയിൽ ഇറിപ്ലേസിബിൾ ആണെന്ന കാര്യത്തിൽ ആരാധകർക്ക് തർക്കമൊന്നും ഉണ്ടാകില്ല. കഴിഞ്ഞ 5 സീസണുകളിലെ മാത്രം കണക്കെടുത്ത് നോക്കൂ. ഫൈനൽ തേർഡിൽ വിനീഷ്യസിനേക്കാൾ അപകടകാരിയായ ഒരു കളിക്കാരൻ റയൽ നിരയിൽ ഇല്ലെന്ന് പറയേണ്ടി വരും. ഗോളുകളിലേക്ക് വിനി തുറക്കുന്ന വടികളും റയൽ മുന്നേറ്റങ്ങളിൽ ഏറെ നിർണായകമായിരുന്നു. 69 അസിസ്റ്റുകളാണ് വിനി പോയ 5 വർഷത്തിനുള്ളിൽ നൽകിയത്. സഹതാരങ്ങൾ ഗോൾമുഖത്തെ കിരച്ചു കയറുമ്പോൾ വിനി എന്ന പ്ലേമേക്കറെയാകും എതിരാളികൾ ഏറെ ഭയക്കുക. അപ്രതീക്ഷിതമായി അയാളുടെ ബൂട്ടിൽ നിന്ന് പായുന്ന ട്രിവേലകൾക്കും ക്രോസുകൾക്കും ഒരു ഗോൾമുഖത്തെ ഒന്നാകെ കുലിക്കാനുള്ള ശേഷിയുണ്ടാകും. 2018 വിനീഷ്യസ് റയലിനൊപ്പം തന്റെ യാത്ര ആരംഭിക്കുന്നത്. 375 മത്സരങ്ങളിൽ ലോസ് ബ്ലാങ്കോസിന്റെ തൂവെള്ളക്കുപ്പായി അണിഞ്ഞു. 128 തവണ വലകുലുക്കി. 100-ലേറെ ഗോളുകൾക്ക് വടിയൊരുക്കി.
2 ചാമ്പ്യൻസ് ലീഗ് അടക്കം 14 ട്രോഫികൾ ഷെൽഫിലെത്തിച്ചു. 2021-22 സീസണിൽ UCL ഫൈനലിൽ ലിവർപൂളിനെതിരെ വിജയഗോൾ കുറിച്ചു. 2023-24 സീസണിൽ ബൊറൂസിയെ തകർത്ത് റയൽ കിരീടമണിക്കുമ്പോൾ അപ്പോഴും വിനീഷ്യസിന്റെ പേരുണ്ടായിരുന്നു സ്കോർ ഷീറ്റിൽ. 3 വർഷത്തിനിടെ റയൽ ചൂടിയ 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളിലും നിർണായക റോൾ. വിനിയെ നഷ്ടപ്പെടുത്തുക എന്നാൽ സമീപകാലത്ത് ചാമ്പ്യൻസ് ലീഗ് രാവുകളിൽ റയൽ നിരയിലെ ഏറ്റവും മികച്ച കളിക്കാരൻ നഷ്ടപ്പെടുത്തുക എന്നുകൂടിയാണ്. 2024 ബാലൻ ഡി ഓർ ഫേവറേറ്റ് ലിസ്റ്റിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് വിനിക്കായിരുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ റോഡ്രി വിനിയെ മറികടന്ന് ആ പുരസ്കാരത്തിൽ മുത്തമിടുന്നു. എന്നാൽ അതേ വർഷം ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം വിനിയെ തേടിയെത്തുന്നുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ വിനിയെ പോലൊരു താരത്തെ നഷ്ടപ്പെടുത്താൻ റയൽ മുതിരില്ല എന്ന കാര്യം തീർച്ചയാണ്. എന്നാൽ താരം കരാർ പുതുക്കാൻ സന്നദ്ധമാകുമോ ഇല്ലയോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. റൈറ്റ് വിങ്ങിൽ ഡിയോമെന്റെയും ലെഫ്റ്റിൽ വിനീഷ്യസും പിന്നെ എംബാപ്പയും ജൂഡുമൊക്കെ നിരക്കുന്ന മുന്നേറ്റനിര. ആ സ്കോഡിലേക്ക് റോഡ്രി കൂടെ ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലുള്ള 11 കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ടീമിലെ പ്രതിസന്ധികൾ നിറഞ്ഞുള്ള സൈനിങ്ങുകളാണ് റയൽ ഇക്കുറി പെരസ് നടത്തിയത്. അതേസമയം മിഡിലെ ക്രൈസുകൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. റോഡ്രിയെ പോലെ കളിയുടെ ടെമ്പോയെ തന്നെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു കളിക്കാരന്റെ സൈനിങ് ടീമിനെ അടിമുടി മാറ്റും. സ്പെയിന്റെ വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാമ്പയിനിലെ ഹീറോയായിരുന്നു റോഡ്രി. മാൻഡ്രിഡുകാരൻ കൂടിയായ റോഡ്രി റയലിൽ ചേരാനുള്ള സന്നദ്ധത നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞതാണ്. ഇക്കാര്യത്തിൽ ഫ്ലോറന്റിനോ പെരസിൻ്റെതാണ് അവസാന തീരുമാനം. വിനീഷ്യസ് പോകുമോ, റോഡ്രി വരുമോ? റയലിലെ ക്രൈസുകൾക്ക് മോറിഞ്ഞോ പരിഹാരം കാണുമോ? കാത്തിരുന്നു കാണാം.